Harsha, good afternoon. Jista, Shubha, good afternoon. Yes, let us start. Okay, Jinsa. Very good, very good. Okay, okay. Yes. About we were discussing the participle. Participle കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു participle is a form of a verb used as an adjective and it is also used as a verb with auxiliary verbs. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു participle that can be divided into two. One is present participle, next is past participle. അതിൽ എന്താണ് present participle, past participle നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. And we were discussing the present participle. Present participle നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു present tense, past tense, past participle. അതിൽ present tenseന്റെ കൂടെ ing ആഡ് ചെയ്യുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തില് വേറൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ വരുന്ന ആ വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അഡ്ജക്റ്റീവ് വെച്ചാല് ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. Am I right? Yes, sir. Okay, okay, very good. സാറേ, No. നമ്മള് യൂണിറ്റ് 10 പഠിച്ചില്ലായിരുന്നോ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട്? അപ്പം അതില് നമ്മൾ ശരിക്കും സിൻസ് വരെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സാറ് പിന്നെ 104 ഒരു രണ്ട് ആ ടേബിൾ ആണ് പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ ടെക്സ്റ്റിൽ ഒരുപാടുണ്ടാവും. നമ്മൾ അതിനുള്ള പ്രധാനപ്പെട്ടതിലൂടെ മാത്രമാണ് ഇപ്പോൾ ആദ്യം പോകുന്നത്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് 10 മാസത്തെ നിങ്ങളുടെ കോഴ്സ് ഒരു മാസം നമുക്ക് പരമാവധി 4 ആഴ്ചകൾ. അപ്പൊ 4 ആഴ്ച ഞാൻ വരുന്നു. അപ്പൊ 40/10. അപ്പൊ നമുക്ക് എത്ര ക്ലാസ് ഉണ്ട്? 40 ക്ലാസ് ഉണ്ട് അല്ലെ? 40 ക്ലാസ്. അതിന്റെ ഉള്ളില് ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് പോയി തീരാനുണ്ട്. അപ്പോ വീണ്ടും നമുക്ക് വെർബിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ സമയം ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ടെക്സ്റ്റില് കൂടുതൽ വിശദമായിട്ടുണ്ട്. ഓക്കെ, ഇനി അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, അപ്പൊ ഞങ്ങൾക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഓക്കെ. അപ്പൊ എനിക്ക് ഞാൻ ജിൻസെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് എന്താ പറയാ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമ്മളൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കേണ്ട കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഞാൻ പറയുന്നത് ഈ ING ഉള്ള വേർഡ് അത് ഒരു ഓക്സിലറി വെർബിന്റെ കൂടെ, അതായത് ഈസ്, ആം, ആറ്, വാസ്, വേറെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഓക്സിലറി വെർബിന്റെ കൂടെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഐ ഹാവ് എ സർപ്രൈസിങ് ന്യൂസ്, ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. അതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. യെസ്. അപ്പൊ അടുത്തത് നമ്മൾ പരിഗണിക്കുന്നത് അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസിൽ, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസിൽ ഈ ING ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഈ 12 ടെൻസിന്റെ ഫോമിലൂടെയാണ് ഇംഗ്ലീഷിൽ ഒരു വാചകം ഉണ്ടാകുന്നത്. ഏത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പകരാണ്. ഓക്കെ. അപ്പൊ തൽക്കാലം അത് നമുക്ക് പിന്നീട് ഒരു വെർബ് സിസ്റ്റം എന്ന് പറയുന്ന സംഗതി വരുന്നുണ്ട്. ആ ഒരു സംഗതി വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തൽക്കാലം നമ്മൾ ഈ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ടെൻസിനെ കുറിച്ച് നമുക്ക് തൽക്കാലം ഒന്ന് ടെൻസിന്റെ ഫോമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും. അതൊന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ടെൻസ്, അതിന്റെ അകത്ത് അത് ഒരു സെന്റൻസ് കാണുമ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. അതുകൊണ്ട് പറയുന്നു ഐദർ ഈസ്, ആം, ആർ. ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ഒരു ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, CONTINUOUS, പ്രസന്റ് കണ്ടിന്യൂസ്. അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ്, എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് നമ്മുടെ എസ്. എസ് പ്ലസ് ഈസ്, ആം, ആർ. ഈസ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് വരക്കുക, ആം കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് വരക്കുക, ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി. വി പ്ലസ് ING. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. നോക്കിയേ, വെർബിന്റെ കൂടെ ING കേട്ടാ. അവിടെ നമ്മൾ നേരത്തെ പഠിച്ച പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തുണ്ടായിരുന്നു? ഒരു ING ഉണ്ടായിരുന്നു. ING ഉള്ള വേർഡ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിന്റെ കൂടെ വരണം. ഓക്കെ. അപ്പോ അളക സതീഷ്, പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും സെന്റൻസ് പറഞ്ഞു. പ്രസന്റ് പാർട്ടിസിപ്പിൾ വരുന്നതാണോ സർ? പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഷീ ഈസ് റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെന്നല്ല, അങ്ങനെ പറയാം. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ ഓക്കെ. അപർണ, വേറെ ഒരു നമ്പർ. We are playing in the ground. We are playing on the ground. Okay. Varsha, വേറെ ഒരു നമ്പർ. I am going to Ernakulam. Yes, I am going to Ernakulam. അപ്പൊ ഈസ് വന്ന്, ആം വന്ന്, ആർ വന്നു. യെസ്. ഓക്കെ. യെസ്. ഇനി അടുത്ത ഒരു ടെൻസ് നമ്മൾ പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. യെസ്, അത് ഹെഡിങ് എഴുതി.
പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്. യെസ്, അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് വാസ് ഓർ വേർ. അപ്പൊ വാസ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ്, പിന്നെ വേർ. വാസ് ഓർ വേർ പ്ലസ് വെർബ്. വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് വി കിട്ടാൻ മതി. വി പ്ലസ് ഐ എച്ച്. ഓക്കെ, അപ്പൊ നോക്കി, സബ്ജക്റ്റ് കഴിഞ്ഞു, വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, പിന്നെ അതിന്റെ കൂടെ വെർബ് എഴുതി. ആ വെർബിന്റെ കൂടെ ഒരു ഐ എൻ ജി കൂടി ചേർത്ത് കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ജിസ്ന ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞു. സബ്ജക്റ്റ് വേണം, വാസ് അല്ലെങ്കിൽ വേറെ വേണം, പിന്നെ ഒരു വെർബ്, അതിന്റെ കൂടെ ഒരു ഐ എൻ ജി. They were writing. റൈറ്റിംഗ് നേരത്തെ പറഞ്ഞു, വേറൊരു പറഞ്ഞു, മാറ്റി പറഞ്ഞു. റൈറ്റിംഗ് പറഞ്ഞല്ലേ, വേറൊരു മാറ്റി പറഞ്ഞു. They were cooking chicken curry. Yes. Okay. They were cooking chicken. Yes, very good. Okay. ഇനി ശാലിനി വേറൊരു നമ്പർ. Yes, Shubha. യെസ്, ഞാനിനി ആരാണ്? അനില. യെസ്. അപ്പൊ അതിന്റെ പേരിൽ ഞാനിനി ആരുടെ പേര് പറയുന്നില്ല. ഇറ്റ് ഇസ് ഓപ്പൺ. Studying last night. I was studying last night. Yes. അപ്പൊ അതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് ആഡ് ചെയ്യാം, ഒരു ക്ലോസ് കൂടെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. I was studying last night. Okay. Yes. Very good. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഓക്സിലറി വെർബിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആമില്ലെങ്കിൽ ആറിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ്, അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അന്നേരത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഒരു വെർബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാലങ്ങൾ നമ്മൾ പറയും. 3 കാലങ്ങൾ. അത് പ്രസന്റ് ആണ്, പാസ്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് പറയാം V1, V2 ആൻഡ് V3. സെയിം തന്നെയാണ്. V1, V2, V3. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ആ മൂന്നാമത് വരുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന വാക്കുകൾ എടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആര്യ ഷൈൻ. യൂസ് എന്നുള്ളതിന്റെ 3 ടെൻസ് ഒന്ന് പറഞ്ഞ്. യൂസിന് മുമ്പ് യൂസ് എന്നുള്ളതിന്റെ അടുത്ത 2 ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യൂസ് അല്ല, യൂസ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്. യൂസ്ഡ് കുഴപ്പമില്ല. യൂസ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിളോ? യൂസ്ഡ് അറിയില്ല സർ. അത് തന്നെയാണ്, യൂസ്ഡ് തന്നെയാണ്. അതെ, ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചോ. പാസ്റ്റ് ടെൻസ് ED വെച്ചിട്ടുള്ളതാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളും ലാസ്റ്റ് ED തന്നെയാണ്. അതങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് PD വെച്ചു. ഓക്കെ. അത് പഠിക്കണ്ട. നിങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മള് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉയർന്ന കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ, അല്ല ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടാവാം, തീരെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടാവാം. നമ്മൾ ഈ ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? SSLC ആണ്.
അപ്പൊ ആ ലെവലിൽ മാത്രം അല്ലെങ്കിൽ അത്രയും മാത്രം വിദ്യാഭ്യാസമുള്ള ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സുകളിലുണ്ട്. അപ്പൊ അവരേക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അത് ആ ഒരു രീതി അതാണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണമെന്ന് സ്നേഹപൂർവ്വം പറയാം. കേട്ടാ, ഉയർന്നവര് എല്ലാവരും നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ, ഇതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ ആര്യ പറയുന്നത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറയാനായിട്ടുള്ളൊരു ധൈര്യമാണ് കാര്യം. ഓക്കെ, ഉണ്ടോ? അപ്പൊ യൂസ്, യൂസ്ഡ്, യൂസ്ഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത് സുബിത. സുബിത. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എസ് ആർ എന്ന് പറയുന്നത് തന്നെ നല്ല ഒരു ധൈര്യമുണ്ട്, പവറുണ്ട്. വെരി ഗുഡ്. ഇനി ഞാൻ വേറൊരു വേർഡ് പറയുന്നു, വാഷ്. WASH, വാഷ്. അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാം. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഓക്കെ, വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഞാനാണ് ജാൻസി. ജാൻസി ആന്റണി. സ്പീക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാമോ? സ്പോക്ക്. ശരിയാണ്, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേണ്ടത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ താഴെ വരുന്ന ആ വേർഡുകൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ താഴെ വരുന്ന വാക്കുകൾ, അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ള കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എന്താണ്, വാട്ട് ഈസ് മീൻഡ് ബൈ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. യെസ്, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിന് നമ്മൾ അതിനൊന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഒരു നൗണിനെ നമ്മളൊന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. നൗണിനെ വിശേഷിപ്പിക്കുന്നത്. യെസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷീ ഈസ് എ ഗുഡ് ലേഡി. അപ്പൊ ആ ലേഡി എന്നുള്ളതിനെ എന്ത് ചെയ്യാണ്? വിശേഷിപ്പിക്കുകയാണ്. ഗുഡ് ലേഡി, ഗുഡ് ലേഡി, നല്ല പെൺകുട്ടി അല്ലെ? അപ്പൊ പെൺകുട്ടിയെ വിശേഷിപ്പിക്കുകയല്ലേ? അതുപോലെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അതുപോലെ നമ്മൾ ഇവിടെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന വാക്കുകളെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഒരു അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കണം. യെസ്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ഞാനിവിടെ ഒരു വേർഡ് പറയുകയാണ്, ഒരു സെന്റൻസ് പറയുകയാണ്. നിങ്ങൾ ഒന്ന് എഴുതിക്കുക. ദ കാർ ഈസ്, എഴുതിക്കോ. The car is ready for, READY, ready for sale, SALE, sale. Okay, yes. നമുക്കപ്പോ ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് പറയാം. നോക്കി, the car is ready for sale. കാറ് വിൽപ്പനക്ക് റെഡിയാണ്. ദ കാർ ഈസ് റെഡി ഫോർ സെയിൽ. കാർ എന്തിനു റെഡിയാണ്? വിൽപ്പനക്ക് റെഡിയാണ്. അപ്പൊ ആ കാർ എന്നുള്ളതിനെ ഞാനൊന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് ഒന്ന് വേറെ പറയാണ്. നോക്കി, അടുത്ത വാചകം എഴുതിക്കേ. ദി യൂസ്ഡ് കാർ, USED, used car is ready for sale, SALE, sale. ഓക്കെ, നോക്കിയേ. അപ്പൊ നോക്കിയാ, യൂസ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ്ഡ്. യൂസ്ഡ് ഉണ്ട്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ യൂസ്ഡ് കാർ, ഉപയോഗിച്ച വാഹനം കേട്ടോ. ദ യൂസ്ഡ് കാർ ഈസ് റെഡി ഫോർ, കാറിനെ വിശേഷിപ്പിക്കുകയില്ല. എങ്ങനെയുള്ള വാഹനം? യൂസ്ഡ് കാർ, ഉപയോഗിച്ച വാഹനം. അപ്പൊ
പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങളും ഓരോ വാചകങ്ങൾ പറയാം. വാചകങ്ങൾ പറയുമ്പോൾ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. അതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഗതി വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. യെസ്, ഒന്ന് പറഞ്ഞു നോക്കി. The used car is ready for sale എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാണ് വേറൊരു എക്സാമ്പിൾ പറയാം. ക്ലോത്ത്സ് ആർ ഓൺ ദ ടേബിൾ. ക്ലോത്ത്സ്, തുണികൾ എവിടെ കിടക്കുകയാണ്? മേശപ്പുറത്തുണ്ട് അല്ല. ക്ലോത്ത്സ് ആർ ഓൺ ദി ടേബിൾ. ആ ക്ലോത്ത്സിനെ, തുണിയെ ഞാൻ വിശേഷിപ്പിക്കുകയാണ് വാഷ്ഡ് ക്ലോത്ത് അല്ല. വാഷ് എന്ന് പറഞ്ഞതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വാഷ്ഡ്. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. അപ്പൊ നമുക്ക് എന്താ പറയാം? വാഷ്ഡ് ക്ലോത്ത്സ് ആർ ഓൺ ദി ടേബിൾ. വാഷ്ഡ് ക്ലോത്ത്സ് ആണ് ഇവിടെ കിടക്കുന്നത് ഓൺ ദി ടേബിൾ. യെസ്, വാഷ്ഡ് ക്ലോത്ത്സ് ആർ ഓൺ ദി ടേബിൾ. യെസ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് വരാൻ പറഞ്ഞു. She used a beautiful chappal. അപ്പൊ അതിൻ്റെ അകത്ത് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ യൂസ്ഡ് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുൾ ചപ്പൽ. അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. ജസ്റ്റ് യൂസ്ഡ് ചപ്പൽസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ് അല്ലെങ്കിൽ അറ്റ് ദ ബാക്ക് ഓഫ് ദി ഹൗസ്. അങ്ങനെ പറയാം. അപ്പൊ കറക്റ്റ് ആയി. ഉപയോഗിച്ച ചപ്പലുകൾ പുറകിലുണ്ട്. ഓക്കെ, യെസ്. തെറ്റിക്കോട്ടെ മക്കളെ, നിങ്ങൾ പറഞ്ഞു നോക്ക്. A used comb dispose on the box. ഒന്നുകൂടി പറഞ്ഞാലില്ല. A used comb dispose on the waste box. ആ, ശരിയാണോ സർ? ആയിട്ട് ഉപയോഗിച്ചത് ഏതാണ്? ഡിസ്പോസ്. ഡിസ്പോസൽ. ഡിസ്പോസൽ കഴിഞ്ഞിട്ട് ഒരു നൗൺ വരണ്ടേ? ഡിസ്പോസൽ എന്ന് തുടങ്ങി ആരംഭിച്ചേ ആ സെന്റൻസ്. വേസ്റ്റ് ബോക്സ്. ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഡിസ്പോസൽ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്പോസൽ ആണ്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്പോസൽ എടുക്കും. ഡിസ്പോസ് ചെയ്ത സിറിഞ്ചുകള് ഇന്ന സ്ഥലത്തുണ്ട്. അങ്ങനെ ഡിസ്പോസ് ചെയ്ത വേസ്റ്റ് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. ഡിസ്പോസ്ഡ് വേസ്റ്റ് ഇന്നെ സോറി. ഓക്കെ, കറക്റ്റ്. ഡിസ്പോസ്ഡ് വേസ്റ്റ് ആർ ഇൻ ദി വേസ്റ്റ് ബോക്സ്. വേസ്റ്റ് ബോക്സിൽ ഡിസ്പോസൽ ആയിട്ടുള്ള സംഗതി വരുന്നുണ്ട്. അത് അപ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഡിസ്പോസ് എന്ന് പറയുന്ന വേർഡ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നു. ഡിസ്പോസ്. ആ, ഓക്കെ. ഞാൻ അടുത്ത ആള്. സാർ പറഞ്ഞു നോക്കാം, മിസ്റ്റേക്ക് ഉണ്ടോന്ന് അറിയില്ല. എന്റെ മക്കളെ, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ വാചകമില്ലേ, ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? SSLC ആണ്. അത് നിങ്ങൾക്കും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവാൻ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും പറയും, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതിന്റെ പേര് അപ്പൊ അതിന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യാൻ ധൈര്യമായിട്ട് പറഞ്ഞു. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനല്ല ഉള്ളേ നിങ്ങൾ പേടിക്കുന്നത്. അപ്പൊ ധൈര്യമായിട്ട് പറയും. ഇതേപോലെ നമ്മൾ പറയാതെ ഇരുന്നിട്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ നമ്മൾ അങ്ങനെയല്ല, ഇത് തെറ്റിയാലും ശരിയാണ് പറയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറയുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും ആ മിസ്റ്റേക്കിലോട്ട് നിങ്ങൾ പോകാം. ആദ്യം നിങ്ങൾക്ക് പറയാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അത് പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട്. യെസ്, ഓക്കെ. പറഞ്ഞോളൂ. തെറ്റും എന്ന് വിചാരിച്ച ആള് പറഞ്ഞോളൂ. സാർ,
Dried mangoes are in the glass bottle. കറക്റ്റ് ആണ്. ഡ്രൈഡ്. വെരി ഗുഡ്. ഓക്കെ. വെരി ഗുഡ്. ധൈര്യമായിട്ട് പറയാം, അത് കുഴപ്പമൊന്നുമില്ല. യെസ്, ഈ അടുത്താണ്. The finished Used project mobiles is are ready to exchanged. present. അവർ ജിസ്ന പറയാം, അത് കഴിഞ്ഞ ഷബറിലോട്ട് വരാം. ജിസ്ന പറയാം. Used mobiles are exchanged successfully. യെസ്, വെരി ഗുഡ്. അപ്പൊ മൊബൈൽസ് നമ്മൾ വിശേഷിപ്പിക്കുക എങ്ങനെയുള്ളത്? യൂസ്ഡ് മൊബൈൽസ്. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞു. The finished project is ready to present. Yes, very good. Finished എന്നുള്ളതിന്റെ past participle ആണ് finished. Okay, the finished project is ready for presentation. Very good. Okay. Okay. Roasted nuts. Okay, Shubha. Very good. Yes. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതേപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വേർഡുകൾ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന വാക്കുകൾ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. യെസ്, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളും പറഞ്ഞത്, അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇനി അവിടെ നമ്മൾ ഓക്സിലറി വെർബിന്റെ കൂടെ ഉപയോഗിച്ചു. ഇവിടെയും ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. അത് നിങ്ങൾ 2 ടെൻസുകൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അല്ലാതെയും ഇത് ഉപയോഗിക്കട്ടോ, ചില പാസീവ് വോയിസുകളൊക്കെ പറയുമ്പോഴൊക്കെ വരുന്നത്. യെസ്, അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതൂ, പ്രസന്റ് പെർഫെക്റ്റ്. PRESENT, പ്രസന്റ് പെർഫെക്റ്റ്. PERFECT, പ്രസന്റ് പെർഫെക്റ്റ്. യെസ്, ആ പ്രസന്റ് പെർഫെക്റ്റ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതുക യെസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം യെസ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഹാസ് എന്ന് എഴുതുക, ഒരു വര വരയ്ക്കുക, ഹാവ് എന്നുള്ളത് ഹാസ് ഓർ ഹാവ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി. ആ വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ PP എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് PP എന്നോ അല്ലെങ്കിൽ B3 എന്നോ എഴുതിയാലും നോ പ്രോബ്ലം. Okay, I will repeat it. Subject plus has or have plus പിന്നെ വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ ടെൻസ് ഉപയോഗിക്കണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വാചകം പറഞ്ഞു നോക്കി. ഒരു സബ്ജക്ട് ഉണ്ടാവണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവണം, പിന്നെ വെർബിന്റെ B3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. I have a dancing doll. I have A dancing doll. അത് കറക്റ്റ് സെന്റൻസ് ആണ്. പക്ഷെ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് അത് വരില്ല. പ്രസന്റ് പെർഫെക്റ്റിലോട്ട് അത് വരുമ്പോൾ അത് സെന്റൻസ് കറക്റ്റ് ആണ്. ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഒരു B3 കിട്ടും. അതാണ് പ്രസന്റ് പെർഫെക്റ്റിലോട്ട് വരുള്ളൂ. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. She has finished her work. She has finished her work. നോക്കി, അവിടെ ഷീ കഴിഞ്ഞു, ഹാസ് കഴിഞ്ഞു, ഫിനിഷ് എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫിനിഷ്ഡ്. She has finished her work. Okay, correct ആണ്. Yes. I have a loud husband. Yes. അതിന്റെ അകത്ത് ഒരു നേരത്തെ വർഷ പറഞ്ഞ പോലെയുള്ള ഒരു സംഗതി കിടപ്പുണ്ട്. I have loved husband എന്നാണ് പറഞ്ഞത്. I have loving husband എന്നാണ് പറഞ്ഞത്. ED, loved. Okay, no problem. Yes. Okay. Yes. നേരത്തെ ലവ്ലി ഹസ്ബൻഡ് എന്ന് പറയുന്നത്, അപ്പൊ അത് നൗൺ ആയിരുന്നു. ഓക്കെ. Sir, I have eaten a mango. I have eaten a mango. Eaten. Loving കേട്ടോ. Yes, I have Eaten a mango. ശരി കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്. യെസ്.
Yes. They have gone for a walk. They have gone for a walk. ശരിയാണ്. Correct. They have gone for a walk. Correct. Yes. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ടെൻസ് കൂടി നമ്മൾ അതിന്റെ ഇടയിൽ എഴുതുക. ഹെഡിങ് എഴുതിക്കോ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇടയിൽ എഴുതുക യെസ് പ്ലസ് യെസ് മീൻസ് സബ്ജക്റ്റ്. യെസ് പ്ലസ് യെസ് പ്ലസ് had plus HAD. Okay, had plus V. V എന്നുള്ള വെർബിന്റെ V എന്നാണ്. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ PP എന്ന് എഴുതുക. PP. PP means past participle. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് had കഴിഞ്ഞ് പിന്നെ ഒരു വെർബ് നമ്മൾ എഴുതുന്നു. ആ വെർബിന്റെ എന്ത് എഴുതുന്നു? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ആ സമയത്ത് നമ്മളിവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് ഹാഡ് പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അവന് ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്ന അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന വാചകങ്ങൾ പറഞ്ഞു. She had studied the lesson. She had studied the lessons. Correct. Okay, okay. Yes, subject വേണം, had വേണം. Sir, പറഞ്ഞോളൂ. he had spoken for the program. He had spoken for the program. Okay, okay, okay. He had worked hard. Okay, correct, correct. I had finished the work. Okay, Shubha, correct. Yes, ini. He had taken medicines. Yes, he had taken medicines. Okay, correct, correct. He had written a letter. He had written a letter. Correct. Okay, okay. Very good, very good. അപ്പൊ ഞാൻ ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. ആ പാർട്ടിസിപ്പിളിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് അഡ്ജക്റ്റീവ് ആയിട്ടും വെർബിന്റെ കൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞു. അതും ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും വെർബായിട്ടും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൂടെ ഈ 2 ദിവസങ്ങളിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത വേറൊരു കാര്യം പറയുകയാണ്. യെസ്, ഇതിനു മുമ്പ് നമ്മൾ ഐ ഹാവ് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ട് ഒരു 5 ഐറ്റം പറഞ്ഞായിരുന്നു. ഓക്കെ, ഓർമ്മയില്ല ജൻസി? ഉണ്ട്. ഓക്കെ ഉണ്ടല്ലേ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് ബ്യൂട്ടിഫുൾ ഫേസ്, ഇതൊക്കെ പറഞ്ഞ് നമുക്കുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാചകം പറയുന്നു. അതായത് ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന സംഗതികളാണ്. അതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന സംഗതികളാണ്. ഇനി നമുക്ക് ഇല്ലാത്ത സംഗതികൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആളോട് പറയാം, ഐ ഹാവ് ലോങ് ഹെയർ, എനിക്ക് നീളമുള്ള മുടിയുണ്ട്. എനിക്ക് നീളമുള്ള മുടി ഇല്ലെങ്കിലും ഐ ഡോണ്ട് ഹാവ് എന്നാണ് ഐ ഡോണ്ട് ഹാവ്. നമ്മൾ പഠിക്കുന്ന ഉപയോഗം ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തില്ല? നീളമുള്ള മുടിയില്ല. ഐ ഡോണ്ട് ഹാവ് ബിഗ് ഹൗസ്, എനിക്ക് എന്തില്ല? വലിയ വീടില്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി, എന്റെ കയ്യിൽ എന്തില്ല? ധാരാളം പണമില്ല. കുറച്ചുണ്ട്, ധാരാളമില്ല. ഐ ഡോണ്ട് ഹാവ്
ഫാമിലി റിലേറ്റീവ്സ്. എനിക്ക് കുടുംബ ബന്ധുക്കളില്ല. I don't have relatives. I don't have friends. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കില്ലാത്ത. അതിപ്പോ ഞാനിപ്പോ നിങ്ങൾക്കൊന്ന് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തൽക്കാലം ഇല്ലെന്ന് ആക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു 5 ഐറ്റംസ് നിങ്ങൾ കണ്ടുപിടിക്കും. എന്നിട്ട് I don't have വെച്ചത് പറയാം. I don't have എനിക്കില്ല എന്ന് വരുന്ന രീതിയിൽ നമ്മൾ അതുകൊണ്ട് പറയാം. I don't have. യെസ്, ആരാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്? എന്തും ആരംഭിക്കാൻ നല്ലത് ജിസ്നയാണെന്നാണ് തോന്നുന്നത്. ജിസ്ന നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ജിസ്ന പറഞ്ഞോളൂ. ജിസ്ന അല്ല പറഞ്ഞു. I don't have any diseases. I don't have any diseases. എനിക്ക് എന്തെങ്കിലും രോഗങ്ങളില്ല. യെസ്, വെരി ഗുഡ്. അടുത്തത്. അപ്പൊ I don't have son. ഓക്കെ, ശുഭ. ഡോണ്ട് വറി ശുഭ. യെസ്, അടുത്തത്. I don't have a beautiful face. I don't have a beautiful face. അതോടെ പറഞ്ഞതാണ്. എന്നാലും ഞങ്ങൾ വിശ്വസിച്ചു. നടന്നെയാണ്. യെസ്, അതാണ് എളിമ എന്ന് പറയുന്നത്. വിനയം എളിമ എന്ന് പറയുന്നതാണ് അല്ലെ? യെസ്, ഓക്കെ പറഞ്ഞോളൂ. I don't have a caring partner. I don't have a caring partner. ഓക്കെ, മൂന്നാമത്തെ രണ്ടോടെ പറഞ്ഞോളൂ. ഓരോരുത്തരും അഞ്ചെണ്ണം കണ്ടുപിടിച്ചു. I don't have many dresses എന്ന് വരുമോ? I don't have many dresses. Okay. Yes. Okay. Enough എന്ന് പറയാം ധാരാളം. Yes. Okay, ജിസ്ന. വെരി ഗുഡ്. അപ്പൊ ജിസ്ന ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിസ്നയാണ് എന്ത് പറഞ്ഞത്, തുടങ്ങി വെച്ചത്, സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? എന്തും വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാല് പകുതി പണി അപ്പൊ തന്നെ കഴിഞ്ഞു. യെസ്. അപ്പൊ ഓക്കെ, ജിസ്നയുടെ ഐശ്വര്യം ഇത് കാണണം കേട്ടോ. നമ്മളുടെ 11 പേരില് ഇത് കാണാം. ഓക്കെ, ശുഭ പറഞ്ഞോളൂ. എല്ലാരും പറയണേ, അല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യമില്ലാന്ന് പറയും സാറ്. ഓക്കെ. യെസ്, പറഞ്ഞോളൂ. I don't have a watch. I don't have a watch. ഓക്കെ, അത് തന്നെ. ഓക്കെ. വെരി ഗുഡ്. അടുത്തത് ഒരു 4 പറഞ്ഞോളൂ ജാൻസി. I don't have a അപർണ ഒരു മിനിറ്റ്, ഞാൻ വരാം. ജാൻസി കേട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, ജാൻസി പറഞ്ഞോളൂ. I don't have a car. I don't have a car. വേണ്ട, അതൊക്കെ വരും, പേടിക്കണ്ട. I don't have a good house. I don't have a good house. അതും വരും, ഡോണ്ട് വറി. I don't have a daughter. I don't have a daughter. Yes. One more. I don't have a stitching machine. I don't have a stitching machine. Okay. Very good. Okay, Jansi. Yes, Aparna. sir പറയട്ടെ. പറഞ്ഞോളൂ. I don't have a YouTube channel. I don't have a YouTube channel. Very good. നോക്കി വെറൈറ്റി പോണം ബുക്ക് നോക്കി. Yes. I don't have a job. Okay, Shubha. Okay. Aparna. Okay, I don't have a job. I don't have a cat. I don't have a cat. I don't have genuine friends. I don't have genuine friends. Yes. Okay. ഒന്നുകെ അപ്പൊ അവനുടെ കയ്യില് ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒരു വേക്കൻസി കിടപ്പുണ്ട്. യെസ്, അടുത്തത്. സാർ ഉണ്ട് ട്ടോ, ഇപ്പൊ പറഞ്ഞോന്നുള്ളൂ. യെസ്, ഓക്കെ. One more, Aparna. I don't have
ആറായിരുന്നു എഴുതി വെച്ചേ, അത് ഓൾറെഡി പറഞ്ഞു. അത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എന്തെങ്കിലും സംഗതി വെച്ചിട്ടാണ് പറഞ്ഞോ? ഐ ഡോണ്ട് ഹാവ് ഉള്ളതാണല്ലോ, അപ്പൊ ഇല്ലാന്ന് പറഞ്ഞത്. ഐ ഡോണ്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഐ ഡോണ്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റിന് ആരംഭിച്ചിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. ജാൻസി പറഞ്ഞു, അപർണ പറഞ്ഞു. ഈ ആരാണ്? അളക, ശുഭ. ശുഭ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുബിത പറഞ്ഞോളൂ. സുബിത. Sir, I don't have enemy. I don't have enemy. Oh, very good. I don't have lying habit. Yes. നുണ പറയുന്ന സ്വഭാവമില്ല. Yes, very good. I don't have laptop. I don't have a laptop. Okay. I don't have many bank balance. I don't have many bank balance. വേണ്ട സുബിതക്ക് വരും. Don't worry. Yes. I don't have a government job. I don't have a government job. ഇതും സുബിതയെ തേടി വരും. Don't worry. Okay, okay. അളക പറഞ്ഞോളൂ. Yes, sir. I don't have any siblings. I don't have any siblings. Okay, variety ആയിട്ട് പറഞ്ഞു. Okay, yes. I don't have enough money to spend. I don't have enough money to spend. Very good. I don't have pets. I don't have pets. കണ്ട, നേരത്തെ അപർണ പറഞ്ഞപ്പോ ക്യാറ്റ് എന്ന് പറഞ്ഞില്ലേ? ജാൻസി ആണെന്ന് പറഞ്ഞു ക്യാറ്റ് എന്ന് പറഞ്ഞത്. അവിടെ നമുക്ക് വേണമെങ്കിൽ പെറ്റ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. യെസ്. ഓക്കെ. I don't have a study plan yet. യെസ്. Sir, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? അത് യെസ് പറഞ്ഞു. ഫൈൻ. ഫിഫ്ത്ത് വൺ മോർ. I don't have any news to share. I don't have any news to share. Okay, okay, okay. Alga, very good, very good, very good. നന്നായിട്ട് പറഞ്ഞു. Okay, okay, okay. Yes, ഇനി ആരാണ്? ആര്യ. Sir, I don't have okay, okay, പറഞ്ഞോളൂ. I don't have membership in area committee. ഹാവ് വരെ കേട്ടുള്ളൂ, ബാക്കി കേട്ടില്ല. I don't have membership in area committee. Okay, okay, okay. I don't have money. I don't have money. Yes. I don't have any idea. I don't have any idea. Okay, correct ആണ് idea. ശരിയാണ്, correct ആണ്. I don't have scooty. I don't have scooty. I don't have enough color. Enough color. Yes, ഇതൊക്കെ വരും. Don't worry. Be happy. Yes. Very good. Very. ഇനി ആർക്കാണ് പറയേണ്ടത്? അപ്പൊ ജിസ്നയുടെ ഐശ്വര്യം ഉണ്ട് കേട്ടോ. ജിസ്ന കുഴപ്പമൊന്നുമില്ല, മിനിമം ഗ്യാരണ്ടിയാണ്. ജാൻസി പറഞ്ഞു, അപർണ പറഞ്ഞു, അളക പറഞ്ഞു, അനില പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ആര്യ ഷൈൻ പറഞ്ഞു. യെസ്. സുബിത, ശുഭ ഇടക്കിടക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശുഭ പറഞ്ഞു. യെസ്. ഇനി ആർക്കാണ് പറയാനുള്ളത്? യെസ്, ആർക്ക് വേണമെങ്കിലും പറയാം, ധൈര്യസമേതം പറയാം. യെസ്, ആർക്കില്ല? യെസ്. ഓക്കെ 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 ഓക്കെ. പറഞ്ഞോളൂ. I don't have a study plan. ഒന്നുകൂടി പറഞ്ഞോളൂ ജിസ്ന. അത് നമുക്ക് അരിയിലോട്ട് വരാം കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ ജിസ്ന. അത് പറഞ്ഞതാണെന്ന് അറിയില്ല സാർ. I don't have a study plan. I don't have a study plan. Okay, 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 okay. Yes. ഇനി ആര്യ പറഞ്ഞോളൂ. I don't have platform to dance. I don't have a
ഐ ഡോണ്ട് ഹാവ് പ്ലാറ്റ്ഫോം ടു സേ. അപ്പോ ആര്യ നല്ലൊരു ആൻസർ ആണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞത് വളരെ എളിമോട്ടാണെന്ന് പറഞ്ഞത്. ക്ലാസിക്കൽ ഓർ സാധാ. സാധാ. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമ്മൾ ഇത് നോക്കിയത് ഐ ഡോണ്ട് ഹാവ്. നമ്മൾ ഐ ഹാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് ഹാവ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിടെ ചെറിയ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യേണ്ടി വരും, കാരണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജി ആണ്. ജി മീൻസ് ഗോഡ്. ഗോഡ് എന്നുള്ളതിന്റെ ജി. അടുത്തത് രണ്ടാമത്തെ ലെറ്റർ ആർ ആണ്. ആർ മീൻസ് റെഡ്. ആർ. ഓക്കെ, ജിയിലും ആറിലും തുടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. അപ്പൊ അതില് ഊന്നിക്കൊണ്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ എന്ന് പറയാം. യെസ്. അപ്പൊ ഞാൻ ചോദിക്കാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. എ ബ്ലാക്ക് സ്റ്റിക്ക് inside a pencil. A black stick inside a pencil. പെൻസിലിന്റെ അകത്ത് കാണുന്ന ഓക്കെ, സുബിത ഇസ് എ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് കോൾഡ് ഗ്രാഫൈറ്റ്. എന്ന് പറയുന്ന പേര് ഗ്രാഫൈറ്റ് എന്നാണ്. അപ്പൊ ജിയും മാറുമെന്നില്ലാതെ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. സുബിത മാത്രമാണ് ആൻസർ പറഞ്ഞത്. അടുത്തത് യുവർ പാരൻസ്. അത് അപ്പോസിറ്റീവ് കേസ് ആണ്. യുവർ പാരൻസ് പാരൻസ്. യുവർ പാരൻസ് പാരൻസ്. ഓക്കെ, ശുഭ. അത് ശുഭ പറഞ്ഞല്ലേ? ശുഭയുണ്ട്, ആര്യയുണ്ട്, സുബിതയുണ്ട്. ശുഭ, ആര്യ ആൻഡ് സുബിത. ഓക്കെ, ശരിയാണ്. യുവർ പാരൻസ്, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മാതാപിതാക്കന്മാര്. അപ്പൊ ആരാണ്? ഗ്രാൻഡ് പാരൻസ്. യെസ്. അടുത്തത് എ ബിൽഡിംഗ് വെയർ, WHERE, വെയർ you grow your plants. A building where you grow your plants. ഗ്രൗണ്ട് അല്ല ജിസ്ന, ബിൽഡിംഗ് ആണ്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതായിക്കോളും. ഇത് കാണാം, നിങ്ങൾ നേഴ്സറി പോയാൽ കാണാം. ചെടികളും തൈകളൊക്കെ വിൽക്കുന്ന നേഴ്സറി പോയി കഴിഞ്ഞാൽ സംഖ്യ ഉണ്ട്. വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. ചോദ്യത്തിന് വീടുകളിലാണെങ്കിലും നേഴ്സറികളുടെ അരികത്തൂടെയൊക്കെ നിങ്ങൾ ബസ്സിനൊക്കെ വരാത്ത ഗാർഡൻ അല്ല, ഒരു ഹൗസിന്റെ പേര്, വേറൊരു പേരുണ്ട്. എൻ്റെ പേര് പറയും. ഒരു കളറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണത്. ഓക്കെ, അളക, യു ആർ റൈറ്റ്. അളക, ശുഭ. ഓക്കെ, അതാണ് എന്റെ പേര്. ശുഭ ആൻഡ് ആര്യ. അളക, ശുഭ ആൻഡ് ആര്യ. ആൻസർ ഈസ് ഗ്രീൻ ഹൗസ് എന്നാണ്. ഒരു പച്ച ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു മറച്ചിട്ട് അതിൻ്റെ ഉള്ളില് ചില ചെടികളെ കൊണ്ട് വെച്ചിട്ടുണ്ടാവില്ലേ, അത് ഗ്രീൻ ഹൗസ് എന്നാണ് പറയുന്നത്. യെസ്. അടുത്തത് വെരി സിമ്പിൾ. ടു കുക്ക് ഫുഡ്. ടു കുക്ക് ഫുഡ് ഓൺ എ മെറ്റൽ ബാർ. ടു കുക്ക് ഫുഡ് ഓൺ എ മെറ്റൽ ബാർ. സുബിത, അളക, ജിസ്ന. സുബിത, അളക, ജിസ്ന അല്ലെ? നോക്കി, അത് നിങ്ങൾ അതിന്റെ അർത്ഥം പിടികിട്ടിയിട്ടില്ല. അതാണത്. ഞാൻ മനഃപൂർവ്വം പറയേണ്ടത് മലയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിച്ചു. ഓക്കെ, ടു കുക്ക് ഫുഡ്, ഭക്ഷണം റെഡിയാക്കുക. ഓൺ എ മെറ്റൽ ബാർ. അതല്ലേ ഗ്രിൽഡ് ചിക്കൻ നമ്മൾ പറയണത്. ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നത് മെറ്റൽ ബാറിന്റെ മുകളിലിട്ട് ശരിയാക്കുന്നതല്ലേ ഗ്രിൽഡ് ചിക്കൻ. യെസ്. അടുത്തത് എ സ്മോൾ ബോംബ്, BOMB, ബോംബ്, ത്രോൺ ബൈ ഹാറ്റ്, THROWN. A small bomb thrown by hat. Ella, name of the bomb. Aparna, you are right. Aparna നേരത്തെ വന്നിട്ടില്ല, ആദ്യമായിട്ട് വന്നാണ്.
യെസ്, ദ ആൻസർ ഈസ് ഗ്രനേഡ്. കൈകൊണ്ട് എറിയാവുന്ന ബോംബ്. ആ ബോംബിന്റെ പേരാണ് ഗ്രനേഡ്, എ സ്മോൾ ബോംബ്. അടുത്തത് ഞാനൊരു മീനിങ് പറയുന്നു. അതിന്റെ ആ മീനിങ് വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ പറയണം. മീനിങ് ഇതാണ്: ടു ബിക്കം ബിഗർ. BIGGR, ടു ബിക്കം ബിഗർ. ആര്യ, അപർണ, ജിസ്ന. ആര്യ, അപർണ, ജിസ്ന. ഓക്കെ ഓക്കെ. വേറെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഗ്രോ എന്നുള്ളതാണ് വളരെ ഗ. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ്, ഓക്കെ ശിവ, ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്. BRIDE, ബ്രൈഡ്. അളക, സുബിത, അനില. അളക, സുബിത, അനില. അനില നേരത്തെ വന്നിട്ടില്ല അല്ലെ? യെസ്, ഓക്കെ. അനില. ഓക്കെ ജിസ്ന, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് എ യൂണിറ്റ് ഓഫ് വെയിറ്റ്. WEIGHT, വെയിറ്റ്. എ യൂണിറ്റ് ഓഫ് വെയിറ്റ്. സുബിത, ഷാരി, രാജലക്ഷ്മി. സുബിത, ഷാരി, രാജലക്ഷ്മി. യൂണിറ്റ് ഓഫ് വെയിറ്റ്, ഭാരം അളക്കുന്നത്. GR വരുമ്പോ എന്ത് വരും? ഗ്രാം വരുള്ളൂ. GR ആരംഭിക്കണല്ലേ ആൻസർ. അപ്പൊ അത് ഗ്രാം വരും. അടുത്തത് എ കളർ ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എ കളർ ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപർണ, യു ആർ ഗുഡ്. അപർണ, രാജലക്ഷ്മി, ജിസ്ന. അപർണ, രാജലക്ഷ്മി ആൻഡ് ജിസ്ന. ഗ്രീൻ അല്ല, ഗ്രേ ആണ്. GREY. ആ ഗ്രേ എന്നുള്ള കളറിൽ ഒന്നുകൂടി കളർ കൂട്ടിയാൽ ബ്ലാക്ക് ആയി, ഒന്നുകൂടി കളർ കുറച്ചാൽ വൈറ്റ് ആയി. അപ്പൊ ഇൻ ബിറ്റ്വീൻ്റെ കളർ അതാണ്. അടുത്തത് an insect. Insect, INSECT. An insect with long legs that hops. HOPS. An insect with long legs. LEGS. That hops. അപർണ, ആര്യ, ഒരാൾ കൂടി വരാം. രണ്ടുപേരുള്ള അല്ലെ? അളക. അപർണ, ആര്യ, അളക. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണിത്. എ പ്ലേസ് where, WHERE, where dead people are buried. A place where dead people are buried. BURIED. A place where dead people are buried. BURIED. ഗ്രൗണ്ട് അല്ല, വേറൊരു പേര് പറയും. യെസ്, ആൻസറിന്റെ അടുത്തുകൂടെ പോയിരിക്കുന്നത് ജാൻസിയാണ്. യെസ്, ജാൻസിയാണ്. ഗ്രേവ് എന്നാണ്, ഗ്രേവിയാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപർണയും വന്നിട്ടുണ്ട് അല്ലെ? അപർണ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ നിങ്ങളുടെ
പോയിന്റ് പറയാം. യെസ്, അത് കുഴപ്പമില്ല ജസ്ന. യെസ്, ഷാരി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജാൻസി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനില 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശുഭ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രാജലക്ഷ്മി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജിസ്ന 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആര്യ 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അളകയ്ക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപർണ 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് കൂടി 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുബിതയ്ക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സുബിതയും അപർണയുമാണ് കൂടുതലായിട്ടുള്ള പോയിന്റ് കിട്ടിയത്. ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സ്പീഡ് കുറവാണെങ്കിൽ ചിലപ്പോൾ ഉത്തരം അറിയാമെങ്കിലും വേഗത്തിൽ അങ്ങനെ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ വാക്കുകൾ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ ഇല്ലയോ, അർത്ഥം അറിയാമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചത് മാത്രമാണ്. ഓക്കെ, യെസ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. നമുക്ക് പുതിയ ഒരു ഇതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇപ്പൊ നമ്മളെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളായിട്ട് ആദ്യം റൈറ്റിംഗ് നമ്മൾ എടുത്തു. അത് അപ്പൊ റൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഫ്രേസൽ വെർബ് നമ്മൾ നോക്കി, പ്രിപ്പോസിഷൻ നമ്മൾ നോക്കി, ഇപ്പൊ നമ്മള് ഈ പാർട്ടിസിപ്പിൾ നോക്കി. അപ്പൊ അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഓർഡറിലല്ല പോന്നേക്കണേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റിംഗ് അവിടെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പറഞ്ഞു. അപ്പൊ ആ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ റൈറ്റിങ്ങിന് നമുക്ക് എവിടെയെങ്കിലും വെർബിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് പറയാം. അതുകൊണ്ടാണ് അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലെസൺ നമ്മൾ പിന്നെ എടുത്തത്, ഫ്രേസൽ വെർബ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഐ പ്രൊട്ടക്ട് മൈ ചിൽഡ്രൻ, ഞാൻ എൻ്റെ കുട്ടികളെ സംരക്ഷിക്കും. ആ പ്രൊട്ടക്ട് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രേസൽ വെർബ് ചേർക്കാം. ഐ ലുക്ക് ആഫ്റ്റർ, ഐ ലുക്ക് ആഫ്റ്റർ മൈ ചിൽഡ്രൻ. അപ്പൊ പ്രൊട്ടക്ട് എന്നായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ പ്രിപ്പോസിഷൻ ആണ് ടു, ഇൻ, ഔട്ട്. അതും നമ്മൾ ഇതേപോലുള്ള വാചകങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പ്രിപ്പോസിഷൻസ് വരും. ഒരു വാചകം അപ്പൊ ഐ എം ഗോയിങ് ടു സ്കൂൾ, ഐ എം ഗോയിങ് ടു, അപ്പൊ ടു വന്നു. യു ആർ ലുക്കിംഗ് അറ്റ് മീ, അറ്റ്. പ്രിപ്പോസിഷൻ എവിടെയൊക്കെയാണ് വരുന്നത്? സിൻസ്, ഫോർ, അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇതേപോലെ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഗുഡ്, ബാഡ്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചും നമ്മൾ അഡ്ജക്റ്റീവ് ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഓർഡറിൽ വരാനുള്ള കാരണം. I think it will be more helpful to you. So we will meet in the next class. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം എന്നത്തേതും പോലെ മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. സാറേ ഒരു ഡൗട്ട്. സാറ് ചോദിക്കുന്നത് പൊട്ടത്തരാണോന്ന് അറിയത്തില്ല. നമുക്ക് ഇംഗ്ലീഷിനെ ഈ എക്സാം ഉണ്ടോ നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട് പോലെ? ഉണ്ട്, 100 മാർക്കിന് എക്സാം. അത് എന്താന്നറിയാം, മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ്. ഇനി ഇംഗ്ലീഷ് നമുക്ക് മറ്റ് ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് പഠിപ്പിക്കുന്നതാണോ അതോ ഇംഗ്ലീഷിന് ഇനി സെപ്പറേറ്റ് എക്സാം ഉണ്ടോ എന്നുള്ളത് എന്റെ ഒരു ഡൗട്ട് ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. ഇംഗ്ലീഷിന് പരീക്ഷയുണ്ട്. അത് ഏറ്റവും അവസാനമായിരിക്കും ആ പരീക്ഷ വരിക. ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളിന്റെ കൂടെ പരീക്ഷ വരിക. 100 മാർക്കിന്റെ ആൻസർ 100 മാർക്കിലായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ നടത്തിയപ്പോൾ 50 ചോദ്യങ്ങളായിരുന്നു. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം. അങ്ങനെ 50 ചോദ്യങ്ങൾക്ക് 100 മാർക്ക്. യെസ്,
കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ റിസൾട്ട് വന്നു സാറേ, ഞാൻ ഇംഗ്ലീഷിൽ 100-ൽ 100. അല്ല സാർ, പാസ്സാകാൻ പാസ് മാർക്ക് എത്ര വേണ്ടത്? പാസ് മാർക്ക് എത്രയാ? പാസ് മാർക്ക് എത്രയാ? 35%. യെസ്. സാറേ എന്തോ അതില്ലേ, നമുക്ക് എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ നമുക്ക് മറ്റ് എക്സാം നടത്തുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്ന് അതിന് 4 എന്താ പറയാ 4 ആൻസേഴ്സ് തന്നിട്ട് അതിലുള്ള കറക്റ്റ് ഉള്ളത് എടുക്കുക, അങ്ങനെയുള്ള എക്സാം ആണോ? അങ്ങനെയുള്ള എക്സാം ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. അതെ, ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാവും. ഡോണ്ട് വറി. ഇനി നമ്മള് അത് നിങ്ങള് ക്ലാസ് മിസ്സാക്കാണ്ടിരുന്നാൽ മാത്രം മതി. മിസ്സായി കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അറിയാം നമുക്ക്, അല്ലെങ്കിൽ തിരക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പിന്നെ അത് റിമൈൻഡ് ചെയ്ത് പോയാൽ മതി. വളരെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷയെ കുറിച്ചൊക്കെ ടെൻഷൻ അടിക്കണ്ട. അതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് നിങ്ങൾ പാസ്സാവും. ഓക്കെ. അത് അത്രയും കർണകഠോരമായിട്ടുള്ള സംഭവമൊന്നും അല്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഇത്രയും നാളൊന്നും ഞാൻ ഇംഗ്ലീഷിനോട് ഒരു ചെറിയൊരു താല്പര്യക്കുറവ് ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്. Am I right? Yes sir. ഓക്കെ ഓക്കെ. ഒരു താല്പര്യക്കുറവ്, ഇത് നമ്മളെ കൊണ്ട് പറ്റൂല എന്നൊരു തോന്നലുണ്ടായിരുന്നു അല്ലേ? അതാണ് ഉണ്ടായ പ്രശ്നം. അപ്പൊ ഇനി നമുക്കത് പറ്റൂലല്ലോ, ഇനി നമുക്കത് പറ്റണമല്ലോ. യെസ്. ഞാൻ ഇത് ചോദിക്കണം, ഇപ്പോ ഇംഗ്ലീഷിനെ കുറച്ചെങ്കിലും സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ശുഭ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, അപർണ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, രാജലക്ഷ്മി സ്നേഹിച്ചിട്ടുണ്ട്, അളക സ്നേഹിച്ചിട്ടുണ്ട്, അനില സ്നേഹിച്ചിട്ടുണ്ട്. മതി, സ്നേഹിച്ച് നിർത്തൂ, ആരംഭിച്ചില്ലേ, അത് മതി. യെസ്, അപ്പൊ അത് മതി. അത് തന്നെ വളരെ നല്ല കാര്യമാണ്. യെസ്, നിങ്ങൾ അതിനൊന്ന് ഇഷ്ടപ്പെട്ടു പഠിക്കാൻ മതി. യെസ്, ബാക്കി നമുക്ക് റെഡിയാക്കാം. തെറ്റുകളൊക്കെ എല്ലാവർക്കും വരും. പറയൂ. ഇംഗ്ലീഷ് എങ്ങനെയാണെന്നറിയാം, നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെ വായിക്കാൻ അറിയാം. അത് പക്ഷെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഒരാളെ കാണുമ്പോഴത്തേനും നമ്മുടെ ഉള്ള കോൺഫിഡൻസ് മൊത്തം പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ പറഞ്ഞു തന്നെ നോക്കണം ജിസ്ന. അല്ല, വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് പിള്ളേർ 2 പേരുണ്ട്. പിന്നെ അവരോടൊക്കെ ഞാൻ പൊട്ട ഇംഗ്ലീഷ് ഒക്കെ പറയും. പക്ഷെ അവർ പറയണം, പറയണം. ഞാൻ അതാണ് പറയാൻ പോയത്. പിള്ളേർ എത്രയെല്ലാം പിടിക്കണമെന്ന് ചോദിച്ചിട്ട് അവരോട് എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന പോലെ അങ്ങനെ പറഞ്ഞേക്കണം. യെസ്, പറയണം. പറയാതെ രക്ഷയില്ല. ഇംഗ്ലീഷ് എന്നുള്ള സംഗതി നമ്മൾ സംസാരിക്കണം. തെറ്റിക്കോട്ടെ. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്തോ, വരുമ്പോ തന്നെ എന്നോട് ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷ് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിക്കണം, ജസ്റ്റ് യെസ് സർ, ഹൗ ആർ യു? I am fine sir, thank you. How are you sir? I am also very well. Which is your favorite color, Jisna? My favorite color is pink. Pink. Why did you like pink color? Why don't you like green or blue or other colors? What is the speciality that you see in pink color? Because the pink color is most beautiful for me. Okay. Very good. So, what is your ambition in your life? Become a teacher. You become a teacher, Montessori teacher? Yes sir. Yes. Okay. Very good. How many members are there in your family? I have in my family there are 4 members, a husband, 2 children and me. 2 children എന്ന് പറയണം. 2 children. Child ആണ് ഒരു കുട്ടി, ഒന്നിൽ കൂടുതലാകുമ്പോൾ children. Okay. Very good. 2 children. Very good. Jisna, what is your favorite recipe or favorite food? My favorite food is biryani. But I don't know how to prepare a biryani. I eat so much biryani, but yes, I can't prepare biryani. Okay, Jisna, one more question. If you get a 2 days leave, where you want to go? Which is your favorite place?
all the places are favorite for me because Yes. I love to travel anywhere because I am very much thrilled in traveling. Yes, okay. I know. Anything, something special, a particular place Particular space in Kerala? The most attractive place that you like in Kerala? In Kerala, I like parks. I like very well. Yes. All the parks. Yes, Water very theme good. park. Yes, very good, very good. Okay. അപ്പോ ഇങ്ങനെയാണ് ജസ്റ്റ് ഇപ്പൊ ഇത്രയും പറഞ്ഞതിന് വലിയ കുഴപ്പങ്ങളൊന്നും കേട്ടില്ല. അത് പ്രശ്നമൊന്നും കുഴപ്പമൊന്നും കേട്ടില്ല. സീരിയസ് ആയ പ്രശ്നങ്ങളായിരുന്നു. ജിസ്നൊക്കെ ആണോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നു? ഇതേപോലെ വരുമ്പോ സംസാരിക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്താ സാറിനോട് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാം. കാരണം പൊട്ടത്തെറ്റാണെങ്കിലും സാർ അംഗീകരിക്കും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ വേറൊരാളോട് സംസാരിക്കാൻ നേരത്തെ ഇതൊന്നും എന്റെ വായിൽ വരില്ല. ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. എനിക്ക് പേടിയാ. പിന്നെ എന്റെ കയ്യും കണ്ണും വിറയ്ക്കാൻ തുടങ്ങും. അതൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ. അതൊക്കെ എത്ര വലിയ മഹാനാണെങ്കിലും മഹതിയാണെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ നമുക്ക് റെഡിയാക്കി ധൈര്യമായിട്ടിരുന്നു. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാം. ഓക്കെ. Okay, sir. Thank you. We will meet in the next day. Next class. Okay, thank you, sir. Okay.